വേമ്പനാട്ട് കായലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചവരാകാം നമ്മൾ ഭൂരിഭാഗം പേരും. എന്നാലൊരു വലിയ ബോട്ട് ദുരന്തത്തിൻ്റെ കഥ ഈ വേമ്പനാട്ട് കായലിന് പറയാനുണ്ട്. 29 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കുമരകം ബോട്ട് ട്രാജഡി. 23 വർഷം കഴിഞ്ഞിട്ടും ആ അപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇവിടെയുള്ള ആളുകൾക്ക് വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല. അത്ര വലിയ ദുരന്തമായിരുന്നു അന്ന് നടന്നത്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. 5:45 മുഹമ്മയിൽ നിന്നും പുറപ്പെടേണ്ട ജലഗതാഗത വകുപ്പിന്റെ A53 എന്ന ബോട്ട് തിരക്ക് കൂടിയതോടെ നേരത്തെ പുറപ്പെട്ടു. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് PSC എഴുതാൻ ഇറങ്ങിത്തിരിച്ച ഉദ്യോഗാർത്ഥികളായിരുന്നു അതിൽ ഭൂരിഭാഗവും. മുഹമ്മയിൽ നിന്നും തിരിച്ച ആ യാത്ര എന്നാൽ കുമരകം ജെട്ടിയിലേക്ക് എത്തിയില്ല. പാതി വഴിയിൽ ആ യാത്ര നിലച്ചപ്പോൾ നഷ്ടമായത് 29 ജീവനുകളാണ്. കരയിലേക്ക് അടുക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. 5 കിലോമീറ്റർ കായലിലൂടെ സഞ്ചരിച്ച ആ ബോട്ട് ആടിയുലഞ്ഞു. പിന്നാലെ കായലിലെ മണൽത്തിട്ടയിൽ തട്ടി. വെള്ളം ബോട്ടിലേക്ക് ഇരച്ചു കയറിയതോടെ നിലവിളികൾ ഉയർന്നു. നിമിഷങ്ങൾക്കകം വേമ്പനാട്ട് കായലിന്റെ ആഴങ്ങളിലേക്ക് ആ ബോട്ട് മുങ്ങിത്താണു. സ്ത്രീകളും കുട്ടികളുമടക്കം ജീവനു വേണ്ടി നിലവിളിച്ചു. അപകട സ്ഥലത്ത് ആദ്യമെത്തിയ കക്കാവാറൽ തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പിന്നാലെ നാട്ടുകാരും ഓടിയെത്തി. നാടുകണ്ട വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടലിലായിരുന്നു ആദ്യം പലരും. അയ്യോ, എന്നതായിരുന്നു, ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല. അത്ര ഭയങ്കര ഞെട്ടലായിരുന്നു. ഇവിടെ എല്ലാം ഹോസ്പിറ്റലായിരുന്നു. കുമരകം കണ്ടതിൽ വലിയൊരു അപകടമാണ്. കരയ്ക്ക് ദൂരത്താണ് കൂടി ഒരു കിലോമീറ്ററിൽ അല്ലെ 1.5 കിലോമീറ്റർ ഉള്ളായിരുന്നു. അന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വള്ളത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നപ്പോൾ പലരും വിതുമ്പി. ഒരു പിഞ്ചു കുഞ്ഞടക്കം 29 പേരുടെ ജീവനാണ് ഈ ബോട്ടപകടത്തിൽ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ആ ദുരന്ത ദിനം ഇന്നും ഞെട്ടലോടെയാണ് ഇവരിൽ പലരും ഓർത്തെടുക്കുന്നത്. ഞാൻ കണ്ട് പേടിച്ചു പോയ സംഭവമാണ്. ഈ വെള്ളത്തിൽ മുങ്ങി നമുക്ക് വെള്ളം പറ്റില്ലെങ്കിലും കാരണം ഈ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണണ്ടേ. 29 പേരാണ് മരിക്കുന്നത്. അതൊരു പൊടി കുഞ്ഞിനെ കൊണ്ടുവന്നു. ഈ പൊടി കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അന്തം വിട്ടുപോയിരുന്നു. കാവൂരുകാരനാണ് ഉണ്ടായിരുന്നോണ്ട് സ്ഥിരം. പുള്ളി വലിയ ആഴത്തിൽ മുങ്ങുന്ന ഒരാളായിരുന്നു. ആ പുള്ളി വരെ ആ ബോട്ടെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് മരിച്ചു പോകുമായിരുന്നു. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടിയൊക്കെ. സമാനതകളില്ലാത്ത അപകടമായിരുന്നു അന്ന് വേമ്പനാട്ട് കായലിൽ ഉണ്ടായത്. ബോട്ടിന്റെ കാലപ്പഴക്കവും കൂടുതൽ പേർ ഒരുമിച്ച് കയറിയതുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഒപ്പം മണൽവാരി കായലിലുണ്ടായ തിട്ടയും അപകടത്തിന്റെ ആക്കം കൂട്ടി. 75ഓളം പേർ കയറേണ്ട ബോട്ടിൽ അന്നു കയറിയത് 300ഓളം പേരാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത്. ബോട്ടിന്റെ കാലപ്പഴക്കം നേരത്തെ തന്നെ ജീവനക്കാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചതാണ്. എന്നാൽ അതിലും നടപടിയുണ്ടായിരുന്നില്ല. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി PSC പരീക്ഷ എഴുതാൻ പോയ യുവാക്കൾ തന്നെയാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. നാടിനെ നടുക്കിയ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം ഇന്നും കുമരകം ബോട്ട് ജെട്ടിയിലുണ്ട്. അവിടെ മരണമടഞ്ഞവരുടെ പേരുകൾ ഇന്നും മായാതെ നിൽക്കുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എങ്കിലും ആ അപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും പലരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. എന്നാൽ ഒരു എമർജൻസി ബോട്ട് ജെട്ടി എന്ന ആവശ്യം ഇപ്പോഴും ബാക്കിയാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.